guys, this is Shafiq. You can call me Shaf. Welcome to U Kerala Fam. ഇപ്പോൾ ഞങ്ങളുള്ളത് യു കെയിലാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ അടുത്തൊരു മോന് കൂടി ജനിച്ചു. മോൾക്ക് ഏകദേശം ഒരു 9 വയസ്സ്, 9 years ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോന് കഴിഞ്ഞ ഡിസംബറിലാണ്, ഇത് 2026 ഏപ്രിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസനായിട്ടുള്ള ഒരു കുഞ്ഞ് യു കെയിൽ ജനിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് പോരായ്മകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുമ്പായി യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കൽ മാൻഡറ്ററി ആണ്. അതുകൊണ്ട് തന്നെ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എന്നത് കുഞ്ഞിൻ്റെ റെഡ് ബുക്ക്, 2 പാരൻസിൻ്റെയും പാസ്പോർട്ട്, അതുപോലെ എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫായി ഡ്രൈവിംഗ് ലൈസൻസ് ഓർ യൂട്ടിലിറ്റി ബിൽ എന്നീ ഡോക്യുമെന്റുമായി നിങ്ങളുടെ കൗൺസിൽ ഏതാണോ ആ കൗൺസിൽ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് ഈ ഡോക്യുമെന്റുമായി പോയാൽ ഒരു £1250 കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ ഒരു 2 പോയിന്റ് കൂടി ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ 2027-ലോ 2028-ലോ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് ഒന്നുകൂടി റീവെരിഫൈ ചെയ്യേണ്ടതാണ്. ഇനി എന്തായാലും നമുക്ക് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിലേക്കാണ് കയറേണ്ടത്. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സെക്ഷൻ 4 എന്ന് കാണാൻ സാധിക്കും. സെക്ഷൻ 4-ൽ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഓഫ് മൈനർ ചൈൽഡ് ഓഫ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്ന് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് ഇനിഷ്യേറ്റ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിഷ്യേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പേജിലാണ് നമ്മൾ കുഞ്ഞിൻ്റെയും പാരൻസിൻ്റെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കുഞ്ഞിൻ്റെ പേര് നൽകുമ്പോൾ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന അതേ പേര് തന്നെ നൽകണം. ഇതിൽ ഒരു സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യണം. പിന്നെ അതിൽ ജെൻഡർ, ബർത്ത് ഡേറ്റ്, ബർത്ത് പ്ലേസ് എല്ലാം നമ്മളതിൽ കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ്, ഓക്യുപ്പേഷൻ, പാസ്പോർട്ട് നമ്പർ, മദറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഇതിൽ കൊടുക്കേണ്ടതാണ്. ഇനിയാണ് കുഞ്ഞിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ പാരൻസിൻ്റെ 2 പേരുടെയും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് പോലെ ഉള്ള ഒരു ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോയാണ് വേണ്ടത്. നമുക്ക് ChatGPT എങ്ങാനും യൂസ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാം. ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് എടുത്താൽ മതി. നല്ല വൃത്തിയുള്ളൊരു ഫോട്ടോയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഹാർഡ് കോപ്പി കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ പാരൻസിൻ്റെ 2 പേരുടെയും സിഗ്നേച്ചർ ഒരു പേപ്പറിൽ തന്നെ സൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിലാണ് നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ എംബസികളായിട്ട് യു കെ, ബർമിംഗ്ഹാം, എഡിൻബ്ര, ലണ്ടൻ എന്നീ 3 എംബസികൾ മാത്രമേ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഞാൻ ബർമിംഗ്ഹാമാണ് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ബർമിംഗ്ഹാമിലുള്ള VFS ഓഫീസിൽ തന്നെ പോകേണ്ടതുണ്ടോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ബർമിംഗ്ഹാമിൻ്റെ കീഴിൽ വരുന്ന ബർമിംഗ്ഹാം, ബ്രാഡ്ഫോർഡ്, ലെസ്റ്റർ, മാഞ്ചസ്റ്റർ എന്നീ ഏത് VFS ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വലതുവശത്തായി ഓരോ മെയിൻ എംബസിയുടെ കീഴിലും വരുന്ന എംബസികൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വലതുവശത്ത് നൽകിയിട്ടുണ്ട്. അതിന് നിങ്ങളുടെ നിയറസ്റ്റുള്ള എംബസി ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ കാണുന്നതാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ റെഫറൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സബ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഒന്ന് റീവെരിഫൈ ചെയ്യേണ്ടതാണ്.
ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ തന്നെ മോഡിഫിക്കേഷൻസ് ആർ നോട്ട് അലൗഡ് ആഫ്റ്റർ ക്ലിക്കിംഗ് ഫൈനൽ സബ്മിഷൻ ബട്ടൺ എന്നുള്ളത് നമ്മളെ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കൺഫേം ചെയ്യാം. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പേജിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ അതിൽ കാണുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ MHA ഫയൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫയൽ പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ തേർഡ് പേജിലായിട്ട് സിഗ്നേച്ചർ ഓഫ് പാരൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 2 പാരൻസും സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പാരൻ്റ് മാത്രം പോയാൽ മതിയാകും. 2 പാരൻ്റ് പോകണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണ് എങ്കിൽ ഒരു പാരൻ്റ് പോയാൽ തന്നെ മതിയാകുന്നതാണ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ അടുത്തതായിട്ട് വരുന്ന പേജിലാണ് കുഞ്ഞിൻ്റെ UK ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ 2 പാരൻസിൻ്റെയും പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. അതുപോലെ പാരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഈ ഫയൽ കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു HCI-London.gov.in എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് സർവീസ് ചൂസ് ചെയ്യുക. അതിൽ ബർത്ത് രജിസ്ട്രേഷൻ എന്നും അതുപോലെ ലൊക്കേഷൻ, നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ ഏതാണ് എന്നും ചൂസ് ചെയ്യുക. അതിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്. അതുപോലെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈമും കൂടി കൊടുത്തിട്ട് ബാക്കി അതിൽ വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നീ ഡീറ്റെയിൽസാണ് അതിൽ കൊടുക്കാനുള്ളത്. ശേഷം സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ടും ബാക്കി എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ ഒരു പൂർണ്ണതോടും ഞാനതിൽ ഈ വരുന്ന സ്ലൈഡിൽ ഞാൻ ചേർക്കുന്നതാണ്. ഇത്രയും ഡോക്യുമെൻ്റാണ് നമ്മൾ VFS അപ്പോയിൻമെൻറ്റിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാനുള്ളത്. ഫസ്റ്റ് വൺ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൾറെഡി നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫയലും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകണം. പിന്നെ വരുന്നതാണ് 2 പാരൻസിൻ്റെയും പാസ്പോർട്ട് കോപ്പി, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ്, അതിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് ഒറിജിനലും കൊണ്ടുപോകണം, അതുപോലെ കോപ്പിയും എടുക്കണം. പിന്നെ വരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡിക്ലറേഷൻ ഫോർ ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ചൈൽഡ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. പിന്നെ അതുകൂടാതെ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ലിങ്കും ഞാൻ ഇത് കൊടുക്കാം. ഈ ഡിക്ലറേഷൻ ഓഫ് ബർത്ത് രജിസ്ട്രേഷനിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ആ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് 2 പാരൻസും സൈൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് 2 പാരൻസും സൈൻ ചെയ്യുകയാണ് എങ്കിൽ ഒരു പാരൻ്റ് മാത്രം ഇതിന് അപ്പോയിൻമെൻറ്റിന് പോയാൽ മതിയാവും. അപ്പം 2 പാരൻറ്റും പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അടുത്തത് വരുന്നതാണ് UK ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഒറിജിനലും അതുപോലെ അതിൻ്റെ ഒരു കോപ്പിയും ഇതിൻ്റെ കൂടെ നിങ്ങൾ വെക്കേണ്ടതാണ്. നിങ്ങളുടെ കൗൺസിലിൽ നിന്ന് കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ വരുന്നതാണ് UK അഡ്രസ് പ്രൂഫ്. അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ യൂട്ടിലിറ്റി ബില്ലോ എന്തെങ്കിലും ഒരു കോപ്പി, അത് ജസ്റ്റ് ഒരു കോപ്പി മതി. പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് UK ഇ-വിസ കോപ്പി ഷെയർ കോഡ്. അത് നമ്മൾ ഇ-വിസ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ വാലിഡിറ്റി എല്ലാം കാണിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷെയർ കോഡ്. അപ്പം ഇതിൻ്റെ 2ൻ്റെയും സ്ക്രീൻഷോട്ടും പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് വേണം. പരമാവധി നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നോക്കണം. മൊബൈലിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ നിന്ന് പ്രിൻ്റ് കൊടുക്കുമ്പം കറക്റ്റ് ഒരു ഇതിൽ കിട്ടുന്നില്ല. അപ്പം പരമാവധി നിങ്ങളൊരു ലാപ്ടോപ്പ് എങ്ങനെ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ബേബിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങൾ കറക്റ്റ് അല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്തത് എങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മസ്റ്റായിട്ടും പിന്നെ കൂടെ കരുതണം. പിന്നെ വേണ്ടതാണ് 2 പാരൻസിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് നമ്മൾ ഈ ഡിക്ലറേഷൻ ഫോർ ബർത്ത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പം അതും മസ്റ്റായിട്ട് വേണ്ടതാണ്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പാരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റാണ് ഇതിൽ മെയിനായിട്ടും വേണ്ടത്. ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നതാണ് ഡിക്ലറേഷൻ ഫോം. ഈ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 പാരൻസും സൈൻ ചെയ്യൽ നിർബന്ധമാണ്. ഈ ഡിക്ലറേഷൻ ഫോമിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ UK ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ടോപ്പ് റൈറ്റിലായിട്ടുള്ള BCX സ്റ്റാർട്ട് ചെയ്യുന്ന അതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആ സെയിം നമ്പറാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതും അതുപോലെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാകും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 2 പോയിന്റിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് VFS ഓഫീസിൽ നിന്നും ഇമെയിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫയലുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു പോയാലായിരിക്കും നിങ്ങൾക്ക് ആ ഇമെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമെയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തായാലും എൻ്റെ സുഹൃത്തിന് ഈയിടെ വന്ന് ഇമെയിലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രമാണ് ഈ വീഡിയോ. എനിവേ, സീ യു അഗൈൻ, ബൈ.